കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മാർക്സിയൻ തത്വചിന്തകനായിരുന്നു സർ കെ ദാമോദരൻ. ലോകത്താദ്യമായി തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലാണ്. 57-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സൗ EMS മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സൗ അച്യുതമേനോൻ ധനകാര്യമന്ത്രിയും ഡെപ്യൂട്ടി ലീഡറുമായി തിരഞ്ഞെടുക്കപ്പെട്ട ആ സമിതിയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന നിലയിൽ അധികാരത്തിൽ വന്നു. എന്നാൽ അതിന് 3 വർഷങ്ങൾക്ക് മുമ്പേ തെരഞ്ഞെടുപ്പിൽ കൂടി ഒരു ഭരണ സംവിധാനം ലോകത്ത് ആദ്യമായി അധികാരത്തിൽ വന്നത് ഇവിടെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലാണ്. അതിൻ്റെ ശില്പി അന്നത്തെ മലബാർ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സൗ കെ ദാമോദരൻ. സൗ കെ ദാമോദരൻ സെക്രട്ടറി ആയിട്ടുള്ള മലബാർ കമ്മിറ്റിയാണ് അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സൗ PT ഭാസ്കരപ്പണിക്കർ ചെയർമാനായ ആ ഡിസ്ട്രിക്ട് ബോർഡിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നു. ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ്. ആ മലബാർ ഡിസ്ട്രിക്ട് ബോർഡാണ് ഇവിടെ മലബാറിൽ 1000 ഏകാധ്യാപക വിദ്യാലയങ്ങൾ ആരംഭിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ പരിഷ്കാരമായിരുന്നു ആ ബോർഡ് കൊണ്ടുവന്നു. ഗവൺമെൻറ് എന്ന പേരില്ലെങ്കിലും ഡിസ്ട്രിക്ട് ബോർഡാണ് രാജ്യത്ത് ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനത്തെ അധികാരത്തിൽ കൊണ്ടുവന്നത്. തീക്ഷണാശാലിയായ മാർക്സിയൻ ചിന്തകനായ, അതിനേക്കാളൊക്കെ ഉപരി നല്ല സംഘാടകനുമായിരുന്ന സൗ കെ ദാമോദരൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നത് ഏത് സന്ദർഭത്തിലും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം. സൗ ദാമോദരൻ്റെ പേര് എപ്പോഴും പ്രസ്ഥാനം ഓർത്തിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ട്രസ്റ്റും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാ സ്ഥലങ്ങളിലും സൗ ദാമോദരൻ്റെ അനുസ്മരണം നടത്തുന്നു. ഇത് 50-ാം വർഷമാണ്. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 50 വർഷം തികയാണ്. ആ സന്ദർഭത്തിൽ നല്ല വിപുലമായ പരിപാടികളോടുകൂടി വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകളും ചർച്ചകളും ഒക്കെ നടത്തി ഇത് ധന്യമാക്കിയതിൽ ട്രസ്റ്റിൻ്റെയും പാർട്ടിയെയും ഞാൻ അതുകൊണ്ട് ഇവിടെ എനിക്ക് സംസാരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അധാർമിക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അധ്യക്ഷൻ എന്ന നിലയിൽ സൗ സത്യൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് സത്യനിവിടെ സൂചിപ്പിച്ചത്. ജനങ്ങളുടെ പ്രതികരണമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഊരകല്ല്. ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജനാധിപത്യം വിജയിക്കുന്നത്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ആ പ്രതികരണത്തിന് ഏറ്റവും വലിയ കരുത്തുമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പണ്ഡിറ്റ്ജിയോട് പലതരത്തിലുള്ള സംഭാഷണങ്ങൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബില്ലുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്തും
47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ള ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന സന്ദർഭത്തിലും അന്ന് ചർച്ചിലെടുത്തിരുന്ന ചില സമീപനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇന്ത്യക്ക്, സ്വതന്ത്ര ഇന്ത്യക്ക് ഇതിലെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമോ എന്ന നിലയിലും ഗവൺമെൻറ്റിന് അതിനുള്ള, പുതുതായി ഇന്ത്യയിൽ രൂപീകരിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ്റിന് അതിനുള്ള ഒരു അറിവുണ്ടോ എന്നുള്ള നിലയിലുമൊക്കെ ചർച്ച വന്നപ്പോൾ നെഹ്റു പറഞ്ഞൊരു മറുപടിയുണ്ട്. ഗവൺമെൻറ് അതിൽ പരാജയപ്പെട്ടാൽ 5 വർഷം കഴിയുമ്പോൾ ജനങ്ങളത് നോക്കിക്കൊള്ളു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ പാർലമെൻ്ററി ജനാധിപത്യമാണ് നിലനിൽക്കുന്നതെങ്കിലും വോട്ടവകാശം, ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, സ്വതന്ത്രമായ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം, അതിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശമാക്കണം എന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു ഡിബേറ്റ് ഉണ്ടായി. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി ആ നിലയിൽ ശുപാർശ ചെയ്തു. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ഇൻഡിപെൻഡൻ്റ് ഇലക്ഷൻ ഇന്ത്യയിലെ ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ, മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു ആ കമ്മിറ്റിയുടെ നിർദ്ദേശം. നിർഭാഗ്യവശാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അത് അംഗീകരിച്ചില്ല. ഇന്ത്യയിലെ ഒരു പൗരൻ്റെ മൗലിക അവകാശമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുമുള്ളത് മൗലിക അവകാശമായി ഇന്ന് ഇന്ത്യയിൽ ഇല്ല. പകരം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 15 ഇലക്ഷൻ എന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തുകയാണ്. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടപടിക്രമങ്ങളും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടവും എല്ലാം ഇലക്ഷൻ കമ്മീഷനിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്നു, നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിൽ കൂടി നിയമിക്കണം എന്നുള്ളതും ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള ഒരു സ്ഥിതിയിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെയെന്ന് ഞാൻ പറയുമ്പോൾ 24 ഒരു സ്ഥിതി എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഒരു നിയമം പാസ്സാക്കിയിരുന്നില്ല എന്നതാണ്. നമുക്ക് 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോൾ വരെയുള്ള എല്ലാ ഗവൺമെൻറ്റുകളെയും കുറ്റം പറയാം. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെ നിയമിക്കണം, അതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ, അതെല്ലാം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം മൂലം ആയിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിൽ ഇന്ന് വരെ ചെയ്തിരുന്നത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ്, അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ഷൻ കമ്മീഷന്മാരെയും നിയമിക്കുന്നു എന്നതാണ്. അങ്ങനെ വന്നപ്പോൾ മുൻപ് അതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും സ്വതന്ത്രമായി നീതിയുക്തം പ്രവർത്തിക്കുന്നു എന്ന ഒരു ധാരണയിൽ തന്നെയാണ് നാം നിന്നിട്ടുള്ളത്. വളരെ വളരെ
റെയറസ്റ്റ് ഓഫ് ദി റെയർ ഒക്കേഷനിൽ മാത്രം എന്തെങ്കിലും അലോസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ നിഷ്പക്ഷമായി ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിയിരുന്നു. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നിയമം ഉണ്ടായാലും ഇല്ലെങ്കിലും മറ്റൊരു ചർച്ച ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. അനൂപ് ബൻസൻവാല കോടതി പോയിട്ട് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നിയമമില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം എന്ന നിലയിൽ കേസുണ്ട്. ആ കേസിൻ്റെ വിധി വന്നപ്പോൾ സുപ്രീം കോടതി തന്നെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. സുപ്രീം കോടതി നിർദ്ദേശിച്ച ആ കമ്മിറ്റിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും അടങ്ങുന്നതായിരിക്കണം ആ കമ്മിറ്റി എന്ന് കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി വേണം ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണർമാരെയും തീരുമാനിക്കാനെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് സടകുടഞ്ഞ് എഴുന്നേറ്റു. അവർ ഒറ്റയടിക്ക് പാർലമെൻറ്റിൽ ഒരു നിയമം പാസാക്കി. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന സീനിയറായ ഒരു ക്യാബിനറ്റ് മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കൂടി ചേർന്ന 3 പേരുള്ളൊരു കമ്മിറ്റിയായിരിക്കും ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് എന്ന് ആ ബില്ലിൽ വ്യവസ്ഥയിൽ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പാർലമെൻറ്റ് നിയമം പാസാക്കി. 3 പേരുള്ള കമ്മിറ്റിയിൽ 2 പേർ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന സീനിയറായ ക്യാബിനറ്റ് മന്ത്രിയും കൂടിയാവുമ്പോൾ പിന്നെ കമ്മീഷൻ നിയമനം എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നത്. അങ്ങനെയാണ് 24-ൽ ആ നിയമം പാസാക്കുന്നത്. അതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആജ്ഞാനവർത്തികളായി മാറുന്ന നിലയിലേക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗം കലുഷിതമായി. കൂടുതൽ ഗവൺമെൻറ്റിനോട് വിധേയത്വം കാണിക്കുന്നവരായി ഇലക്ഷൻ കമ്മീഷൻ മാറുന്ന സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എന്നുള്ളത്. എന്നാൽ 326 ഒരു കാര്യം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ 21 വയസ്സായിരുന്നു നമ്മുടെ വോട്ടവകാശം. അത് പിന്നെ 18 വയസ്സാക്കി മാറ്റി. അതുകൊണ്ട് എവരി സിറ്റിസൺ ഇൻ ഇന്ത്യ ഷാൽ ബി എലിജിബിൾ ഫോർ രജിസ്റ്ററിങ് ആസ് എ വോട്ടർ ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് 26-ൽ കൊണ്ടുവന്നു, 326. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു റൈറ്റ്, അവകാശമായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വോട്ട് ചെയ്യാനുള്ളത് അവകാശമാണെന്ന് ധരിക്കരുത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളത് 18 വയസ്സുള്ള ആർക്കും ഇന്ത്യയിലെ ഒരു പൗരന് അവകാശമുള്ളതാണ് എന്ന നിലയിൽ ഭരണഘടനാ വ്യവസ്ഥയിൽ. ഞാനിത് രണ്ടും സൂചിപ്പിച്ചത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചയിൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായി പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാനുള്ളതും തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രത നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നുള്ളതും നിർദ്ദേശം വന്നെങ്കിലും അംഗീകരിക്കാതെ ഭരണഘടനയുടെ ഒരു ഭാഗമായി മാത്രം മാറുകയും വോട്ട് അവകാശത്തെക്കുറിച്ചല്ല, എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന.